ഇന്ന് മേലെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നും പോവാണ് കേട്ടോ. അങ്ങനെ ഇന്ന് നമ്മൾ ബൈക്കിലാണ് പോകുന്നത് കേട്ടോ. വലിയ വണ്ടിയൊന്നും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മളിന്ന് ബൈക്കിലാണ് പോകുന്നത്. അങ്ങനെ രണ്ടാമത്തെ ദിവസവും ഞങ്ങൾ പോകാനായിട്ട് റെഡി ആയിട്ടോ. അപ്പോൾ വേറൊരു ഫാമിലി ഉണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ അങ്ങോട്ട് കാറൊന്നും പോകത്തില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ബൈക്കിനാണ് പോയത് കേട്ടോ. കാരണം ഭയങ്കര തിരക്കായതുകൊണ്ട് അങ്ങോട്ട് പോലീസൊക്കെ ഉണ്ട്. അവർ പറഞ്ഞു കാറൊന്നും കൊണ്ടുവന്ന് അങ്ങോട്ട് പോകത്തില്ല, അവിടെ നിന്ന് നടന്നു പോയിട്ട്. അതുകൊണ്ട് കുറച്ച് ദൂരം നമുക്ക് പോകാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നടന്നു പോയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അതായത് സൺഡേ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇന്ന് നല്ല തിരക്കായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ എത്തിക്കണ്ട അത് എഴുതിയേക്കുന്നുണ്ടോ 9098 എന്ന് എഴുതിയേക്കുന്നുണ്ട്. അത് ഒഡിയ ലാംഗ്വേജിൽ 2026 എന്ന് എഴുതിയേക്കുന്നതാണ്. പക്ഷെ ഞാൻ ആദ്യം വന്നപ്പോഴത്തേക്ക് ഞാനും വിചാരിച്ചു അത് 998 എന്നാണ് എഴുതിയേക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. അങ്ങനെ അകത്ത് കയറി കുറച്ച് നേരം അവിടേക്ക് നിന്ന് കറങ്ങി. ഇന്നും സെയിം സാധനങ്ങൾ തന്നെ. പിന്നെ ഒരുപാട് സ്റ്റാൾസ് വേറെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഫുഡിൻ്റെയൊക്കെ കടകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ സ്റ്റേജ് പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്ന് കുറേ ഫുഡിൻ്റെയൊക്കെ സെക്ഷനിലോട്ടാണ് പോയത്. അപ്പോൾ ഇവിടെ നമ്മൾ മിൽക്ക് കേക്കൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ വാങ്ങിച്ചില്ല. മിൽക്ക് കേക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിച്ച ശേഷം പിന്നെ ഞങ്ങൾ ഫുഡിൻ്റെ സ്ട്രീറ്റിലോട്ടാണ് പോയത് കേട്ടോ. ഫുഡ് ഇഷ്ടം പോലെ ഫുഡ് ഉണ്ടായിരുന്നു. അതായത് ഇവിടുത്തെ ഒഡിയയുടെ സ്ട്രീറ്റ് ഫുഡുകളുണ്ടല്ലോ, അത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതായത് ഫാസ്റ്റ് ഫുഡുകൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഒരു ചേട്ടൻ നിന്ന് പൂരി ഉണ്ടാക്കുന്നുണ്ടോ, ഭയങ്കര ഒരു വലിയ പൂരിയാണ്. ഇതിന് എന്തോ ഒരു പൂരിക്കൊരു പേര് പറയും കേട്ടോ. അങ്ങനെ വലിയ പൂരിയാണ് കേട്ടോ. അത് നമ്മളെ പൊറോട്ട പോലെയൊക്കെ ഇരിക്കും തണുത്ത് വരുമ്പോഴത്തേക്ക്. പക്ഷെ ഞങ്ങൾ കഴിച്ചില്ല, കാരണം ആ എണ്ണ കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ല. പോലെ ഉണ്ടല്ലോ ഇങ്ങോട്ട് ചൗമീന്, മോമോസ് ഉണ്ടായിരുന്നു, പൂരി ഉണ്ടായിരുന്നു, റോൾ ഉണ്ടായിരുന്നു, പാനിപൂരി, ചാട്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഒരു ചിക്കൻ റോൾ കഴിച്ചു. പിന്നെ അതുപോലെ തന്നെ ഒരു ചൗമീനും വാങ്ങിച്ച് കഴിച്ചായിരുന്നു കേട്ടോ. മോൻ ചൗമീൻ കഴിച്ചു, ഞങ്ങളെല്ലാവരും ഓരോ ചിക്കൻ്റെ റോള് വാങ്ങിച്ച് കഴിച്ചു. കുഴപ്പമില്ല. അതായത് വെസ്റ്റ് ബംഗാളിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ സോസ് കുറച്ച് കുറവായിരുന്നു. ബാക്കി സെയിം ആയിട്ടൊക്കെ തോന്നി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം വന്നിട്ട് നമ്മൾ കുറച്ച് പ്രോഗ്രാംസ് കണ്ടു. ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾ വന്നിരുന്നപ്പോഴത്തേക്ക് ആസാമി ഡാൻസ് ആയിരുന്നു. ആസാമി ഡാൻസ് കണ്ടു. അപ്പം അതെല്ലാം കഴിഞ്ഞ ശേഷം അവിടെ സ്റ്റേജ് പ്രോഗ്രാം നടന്നപ്പോൾ ഇവിടെ എൻ്റെ മോനും അവൻ്റെ കൂട്ടുകാരിയും കൂടി നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ. ഇത് ഞങ്ങളെ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ആന്ധ്രയിലെ കുഞ്ഞാവയാണ്. ഇത് എപ്പോഴും ഞങ്ങളെ വീട്ടിലാണ് കേട്ടോ. അവൻ്റെ കൂട്ടുകാരി, അവൻ ബേബി എന്ന് വിളിച്ചുകൊണ്ട് എപ്പോഴും നടക്കുവേ. അപ്പം അങ്ങനെ അവർ സ്റ്റേജും അടുത്തിരിക്കുന്ന ആൾക്കാരെ ഒന്നും നോക്കിയില്ല. അവരുടേതായിട്ടുള്ള രീതിയിൽ അവരെ അടിച്ച് പൊളിച്ച് രണ്ടുപേരും ഡാൻസൊക്കെ ചെയ്ത് അവരുടേതായിട്ടുള്ള കുരുത്തക്കേടില്ലെങ്കിൽ ഒഴുകി അത് കുറച്ച് നേരം അവിടെ ഇരുന്ന ശേഷം പിന്നെ ഞങ്ങൾ വീട്ടിലോട്ടങ്ങ് പോയി. ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.